തിരുവനന്തപുരം ആമിഴഞ്ചാൻ തോട്ടിൽ ശുചീകരണത്തിന് മരിച്ച തൊഴിലാളി എൻ ജോയിയുടെ കുടുംബത്തിന് റെയിൽവേ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് റെയിൽവേ മന്ത്രിക്ക് കത്ത് നൽകി. കൊടിക്കുന്നിൽ സുരേഷ് എംപിയാണ് കത്ത് നൽകിയത്. എ.വി. ജയശങ്കർ തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. ജയശങ്കർ, ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ റെയിൽവേയോട്. കൊടിക്കുന്നിൽ സുരേഷ് എംപിയുടെ ഈ കത്തുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ ജയശങ്കർ? അതായത് ഉന്മേഷ, കൊടിക്കുന്നിൽ സുരേഷ് എം പി ഇന്നാണ് ഇത് സംബന്ധിച്ച കത്ത് കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് കൈമാറുന്നത്. അതായത് ഈ തോട്ടിൽ ജോലി നോക്കുന്നതിനിടെ മരിച്ച തൊഴിലാളി ജോയിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നാണ് കൊടിക്കുന്നിൽ സുരേഷ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ റെയിൽവേയുടെ ഇത്തരം ജോലികൾക്കെടുക്കുന്ന കരാർ മറ്റും ജോലികൾ ചെയ്യുന്ന തൊഴിലാളികളെ റെയിൽവേ അധികൃതർ കുറച്ചുകൂടി നല്ല രീതിയിൽ പരിഗണിക്കണമെന്നും മന്ത്രിയുടെ കത്തിലൂടെ കൊടിക്കുന്നിൽ സുരേഷ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി വ്യക്തമാക്കുന്നുണ്ട്. അതായത് ഈ ജോയിയുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ജോലി നൽകുന്ന കാര്യം മന്ത്രിയെ നേരിൽ കണ്ട് ആവശ്യപ്പെടും എന്നൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഈ പാർലമെന്റ് സെഷൻ കൂടുന്നൊരു ഘട്ടത്തിൽ കേന്ദ്ര റെയിൽവേ മന്ത്രിയെ നേരിൽ കാണുമെന്നാണ് കൊടിക്കുന്നിൽ സുരേഷ് വ്യക്തമാക്കുന്നത്. കൂടുതൽ ഈ മന്ത്രി ശിവൻകുട്ടി ഉൾപ്പെടെ എ റഹീം ഉൾപ്പെടെ ഡിവൈഎഫ്ഐ ഉൾപ്പെടെ വിവിധ സംഘടനകളും നേതാക്കളും ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. ഈ കുടുംബത്തിന് നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സുരേഷ് ഗോപി ഉൾപ്പെടെ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. എന്തായാലും റെയിൽവേ ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അനുകൂല നിലപാട് ഉണ്ടാകുമെന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് റെയിൽവേയുടെ അവലോകനം തുടരുകയാണ്. ഇന്ന് റെയിൽവേ നടത്തിയ വാർത്താ സമ്മേളനത്തിലും ഈ നഷ്ടപരിഹാരത്തെക്കുറിച്ച് ഒരു വിശദീകരണം അല്ലെങ്കിൽ ഒരു മറുപടി നൽകാൻ തയ്യാറായിരുന്നില്ല. എന്തായാലും നിരവധി അപേക്ഷകൾ റെയിൽവേ മന്ത്രിക്ക് ലഭിച്ചിട്ടുണ്ട്. ഉന്മേഷ്, എ.വി. ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്.